അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. എല്ലാവർക്കും സുഖാണല്ലോ. നമ്മൾക്കിപ്പോൾ ഇന്ന് ഏതായിരുന്നു വിഷയം എടുക്കേണ്ടത്? നിങ്ങളെ കയ്യിലുള്ള കിതാബ് ഏതാ? ഇർഷാദ് തന്നെയല്ലേ? ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിന്ന് ഇർഷാദ് പറയാം. നമ്മൾ ഇർഷാദിൽ നിസ്കാരത്തിൻ്റെ റുക്കുനുകളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എത്ര റുക്കുനുകളാ? 14 റുക്കുനുകളിൽ നമ്മൾ എത്ര എണ്ണം പറഞ്ഞു? 9 എണ്ണം പറഞ്ഞു. എന്താ 9ാമത്തത്? എന്തായിരുന്നു? തുമഅ്നീനത്ത് അല്ലേ? എവിടെയൊക്കെയാണ് നമസ്കാരത്തിൽ തുമഅ്നീനത്ത് പാലിക്കേണ്ടത്? റുക്കൂഴിലും എഴുത്തിദാലിലും സുജൂദുകളിലും ഇടയിലെ ഇരുത്തത്തിലും. എങ്ങനെയാണ് തുമഅ്നീനത്ത് ചെയ്യേണ്ടത്? അവയവങ്ങൾ സ്ഥിരപ്പെടുകയും ചലനം നിൽക്കുകയും ചെയ്യുക, ആ വിധം അല്ലേ? റുക്കൂഴ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എന്താ? സൃഷ്ടിപ്പ് ഒത്തയാളാണെങ്കിൽ 2 മുൻകൈകൾ കാൽമുട്ടിലേക്ക് എത്തുന്ന വിധത്തിൽ കുനിയ അല്ലേ? എഴുത്തിദാൽ ചെയ്യേണ്ടത് എങ്ങനെയാണ്? റുക്കൂഴിൻ്റെ മുൻപുള്ള അവസ്ഥയിലേക്ക് മടങ്ങൽ. അപ്പോൾ നമ്മൾ ഏകദേശം കാര്യങ്ങൾ കവർ ചെയ്തു. ഇനി നമ്മൾക്ക് എത്രാമത്തെ റുക്കനാണ് പറയാനുള്ളത്? നിസ്കാരത്തിൻ്റെ 10ാമത്തെ റുക്കന് അല്ലേ? നിങ്ങൾക്കറിയാമോ എന്താ 10ാമത്തെ റുക്കനെന്ന്? എന്താ നിസ്കാരത്തിൻ്റെ 10ാമത്തെ റുക്കന്? നമ്മളിപ്പോൾ റുക്കൂഴ് കഴിഞ്ഞു, സുജൂദും കഴിഞ്ഞു, ഇടയിലെ ഇരുത്തവും കഴിഞ്ഞു. ഇപ്പോൾ ഒരു റക്അത്ത് പൂർത്തിയായില്ലേ? അപ്പോൾ ഇനി എത്ര റക്അത്ത് ഉണ്ടെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ ആ റക്അത്തിനും ഫർളായിരിക്കും. അപ്പോൾ റക്അത്തിൽ ഇനി പ്രത്യേകിച്ചൊന്നും വരാനില്ല. അപ്പോൾ ഇനി അവസാനത്തെ റക്അത്തിലേക്ക് നോക്കിയാൽ മതി. അവിടെ നമ്മൾക്ക് എന്താ പ്രത്യേകിച്ച് ചെയ്യാനുള്ളത്? അവസാനത്തെ അത്തഹയ്യാത്ത് ഓതണം അല്ലേ? നിസ്കാരത്തിൽ 2ൽ കൂടുതൽ റക്അത്തുള്ള നിസ്കാരത്തിൽ എത്ര അത്തഹയ്യാത്ത് വരും? 2 അത്തഹയ്യാത്ത് വരും അല്ലേ? 1ാമത്തെ അത്തഹയ്യാത്തും ഉണ്ട്, 2ാമത്തെ അത്തഹയ്യാത്തും ഉണ്ട്. അത്തഹയ്യാത്തിനുള്ള മറ്റൊരു പേരെന്താണെന്നറിയോ? തശഹുദ് എന്നാണ് പറയുക. എന്താ പറയുക? തശഹുദ് എന്ന് എല്ലാവരും പറയട്ടെ. തശഹുദ്. അത്തഹയ്യാത്ത് നമ്മൾ പണ്ടേ പഠിച്ച് ശീലിച്ചതാണ്. അത് റെഡിയാണ്. അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു പ്രയോഗമാണ് തശഹുദ്. അപ്പോൾ നമ്മൾക്ക് 5ാം ക്ലാസ്സിൽ ഇർഷാദൊക്കെ പഠിക്കും. നമുക്ക് തശഹുദ് എന്ന് പറയാം. 1ാമത്തെ തശഹുദും 2ാമത്തെ തശഹുദും. 1ാമത്തെ അത്തഹയ്യാത്ത്, 2ാമത്തെ അത്തഹയ്യാത്ത്. 2ാമത്തെ അത്തഹയ്യാത്ത് അല്ലെങ്കിൽ അവസാനത്തെ അത്തഹയ്യാത്ത്, അവസാനത്തെ തശഹുദ്. ഇതാണ് നിസ്കാരത്തിൻ്റെ 10ാമത്തെ റുക്കന്. നിസ്കാരത്തിൻ്റെ 10ാമത്തെ റുക്കൻ എന്താണപ്പോൾ? അവസാനത്തെ തശഹുദ് ഓതുക. അവസാനത്തെ തശഹുദ് ഓതുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? തശഹുദ് എല്ലാവർക്കും അറിയാമോ? ഒന്ന് ഓതിയ എല്ലാവരും കേൾക്കട്ടെ. അത്തഹയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു. വരട്ടെ. അസ്സലാമു അലൈക, പിന്നെ വറഹ്മത്തുള്ളാഹി, അഷ്ഹദു അല്ലാ ഇലാഹ. അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും തശഹുദ് അറിയാം. അപ്പോൾ നിസ്കാരത്തിലുള്ള അവസാനത്തെ തശഹുദ് ഓതുക എന്നുള്ളത് നിസ്കാരത്തിൻ്റെ 10ാമത്തെ റുക്കിനാണ്. നിർബന്ധമായിട്ടും ചെയ്യണം. അങ്ങനെ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഈ തശഹുദിൽ പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങൾ അത്തഹയ്യാത്തിൽ തശഹുദിൽ നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്നറിയാമോ? ഒന്ന്, നമ്മൾ ഫാത്തിഹയിൽ പറഞ്ഞതുപോലെ തന്നെ അതിലുള്ള ഷദ്ദുകളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. അത്തഹയ്യാത്തിലുള്ള ഷദ്ദുകളൊക്കെ, ഷദ്ദുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഷദ്ദോടുകൂടെ തന്നെ ഓതണം. അതേപോലെ തന്നെ അക്ഷരങ്ങൾ മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നല്ല, അക്ഷരങ്ങൾ മാറിപ്പോകരുത്. മാറിപ്പോയാൽ അത്തഹയ്യാത്ത് പ്രശ്നം വരും. അപ്പോൾ നിസ്കാരത്തിനും പ്രശ്നം വരും. അപ്പം നിർബന്ധമായിട്ടും അത്തഹയ്യാത്തിൽ അഥവാ തശഹുദിൽ പാലിക്കേണ്ട 3 കാര്യങ്ങൾ: ഒന്ന്, ഷദ്ദുകളെ സൂക്ഷിക്കുക, നിർബന്ധമാണ്. മറ്റൊന്ന്, അക്ഷരങ്ങൾ മാറിപ്പോകാതിരിക്കുക, നിർബന്ധമാണ്. മറ്റൊന്ന്, മുവാലാത്ത്, തുടരെയായിരിക്കുക, നിർബന്ധമാണ്. എന്ന് വെച്ചാൽ ഫാത്തിഹയിൽ നമ്മൾ പറഞ്ഞിരുന്നു മുവാലാത്ത്, കുറച്ച് ആദ്യം ഓതി പിന്നെ അതിൻ്റെ ഇടയിൽ സമയം വിട്ടിട്ട് പിന്നെ ബാക്കി ഓതി. അങ്ങനെ പറ്റൂല. തുടരെയായിട്ട് കണ്ടിന്യൂ ആയിട്ട് നിർത്താതെ പോകണം. സ്പീഡിൽ ഓതണം എന്നല്ല പറഞ്ഞത്, ഇടയിൽ സ്റ്റെക്കിങ് വരാതെ, സ്റ്റോപ്പ് ചെയ്യാതെ. നമ്മൾ ആദ്യം ഒരു ഭാഗം ഓതി പിന്നെ മറ്റൊരു ഭാഗം ഓതി, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഇത് രണ്ടും രണ്ടായിട്ട് മാറുന്ന വിധത്തിൽ എന്താക്കുക,
അതിൻ്റെ ഇടയിൽ വിടവ് വരിക. ആ രൂപത്തിലാവാൻ പാടില്ല, കണ്ടിന്യൂ ആയിട്ട് പോവണം. ഇതാണ് മുവാലാത്ത്. ഈ 3 കാര്യങ്ങൾ തശഹുദിൽ പാലിക്കൽ നിർബന്ധമാണ്. ഏതൊക്കെയാണ്? ഷദ്ദുകളെ സൂക്ഷിക്കുക, അത്തഹയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാത്തു ലില്ലാഹി. ഷദ്ദുകളില്ലേ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഷദ്ദുകൾ സൂക്ഷിക്കണം. മറ്റൊന്ന്, അക്ഷരങ്ങൾ മാറിപ്പോകാൻ പാടില്ല. അത്തഹയ്യാത്തുൽ മുബാറകാത്തു പോയില്ലേ? അത്തഹിയാത്ത് എന്നാണോ? താഴ് കഴിഞ്ഞിട്ടുള്ള അക്ഷരം എന്താണ്? നിങ്ങളൊക്കെ മനസ്സിലാക്കിയ ശരിക്കും നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പറ. എന്താണ് നിങ്ങൾ അത്തഹയ്യാത്തിലുള്ള താഴ് കഴിഞ്ഞിട്ടുള്ള അക്ഷരം എന്താണ്? ഹ ആണോ? ഹ ആണെങ്കിൽ നിങ്ങളെ കാര്യം പോക്കാം. അത്തഹയ്യാത്ത് ഹ ആണ്. ഹായല്ല നമ്മളെ ഹാ. അത്തഹയ്യാത്ത് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അത്തഹയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു. സ്വലവാത്തിനോടെ സലവാത്തായി പോയ പ്രശ്നമല്ലേ? സ്വാദല്ലേ? സ്വലാത്ത് സ്വലവാത്ത് സ്വാദാണ്. അത്തഹയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു. അപ്പോൾ അക്ഷരങ്ങൾ മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ ഡൗട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഒന്നും കൂടെ ക്ലാസ് കഴിഞ്ഞിട്ട് അത്തഹയ്യാത്ത് ശരിക്കൊന്ന് എടുത്തു നോക്കി, എന്നിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചതുപോലെ തന്നെയാണോ ഇതിലുള്ളത്, അല്ലെങ്കിൽ ഇതിലുള്ളത് പോലെ തന്നെയാണോ നമ്മൾ മനസ്സിലാക്കി വെച്ചത്, ഒന്ന് നോക്കുന്നത് നല്ലതാണ്. മനസ്സിലായ? അക്ഷരങ്ങൾ മാറിപ്പോകാൻ പാടില്ല, പ്രശ്നമാണ്. അത്തഹയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു ത്വയ്യിബാത്തു. തയ്യിബാത്തു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. തയ്യിബാത്തു തായല്ല. ലില്ലാഹി അസ്സലാമു അലൈക. അസ്സലാമു അലൈക്കനോട് അയിനൊന്നും ചിലപ്പോൾ കേൾക്കാനുള്ള അസ്സലാമു അലൈക്ക എന്നറിയും. നമ്മൾ സലാം പറഞ്ഞാൽ ഉണ്ടല്ലോ അസ്സലാമു അലൈക്കും, അങ്ങനെയല്ല. അസ്സലാമു അലൈക, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. അങ്ങനെ അത്തഹയ്യാത്തിലുള്ള സർവ്വ അക്ഷരങ്ങളും സൂക്ഷിച്ചു, അതാണ് മാറിപ്പോകാൻ പാടില്ല. ഇനി നമ്മൾ പറഞ്ഞ 3ാമത്തെ കാര്യം മുവാലാത്ത്, തുടരെയായിരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വിടവ് വരാത്ത വിധം, ഇടയിൽ ഗ്യാപ്പ് വരാത്ത വിധം കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോവുക. ഈ 3 കാര്യങ്ങൾ അത്തഹയ്യാത്തിൽ പാലിക്കൽ നിർബന്ധമാണ്. അപ്പോൾ ഒടുവിലത്തെ തശഹുദ് ഓതുക. ഇതാണ് നിസ്കാരത്തിൻ്റെ 10ാമത്തെ റുക്ന്. ഇനി 11ാമത്തെ റുക്ന്, ഈ അത്തഹയ്യാത്ത് കഴിഞ്ഞാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ പറയുക? എന്താ പറയല്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേൽ സ്വലാത്തല്ലേ? അത് തന്നെയാണ് നിസ്കാരത്തിൻ്റെ തൊട്ടടുത്ത റുക്ന്, 11ാമത്തെ റുക്ന്. അവസാനത്തെ അത്തഹയ്യാത്തിന് ശേഷം, അവസാനത്തെ തശഹുദിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേൽ സ്വലാത്ത് ചൊല്ലുക എന്ന് പറയട്ടെ എല്ലാവരും. അവസാനത്തെ തശഹുദിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേൽ സ്വലാത്ത് ചൊല്ലുക. 10ഉം 11ഉം പഠിച്ചല്ലോ. ഇനി അടുത്തത് എന്താണെന്നറിയോ? നമ്മൾ അത്തഹയ്യാത്തും സ്വലാത്തും ചൊല്ലുമ്പോൾ, അത്തഹയ്യാത്ത് ഓതുമ്പോൾ, സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാവല്? നിന്നിട്ടാണോ ഇരുന്നിട്ടാണോ? എങ്ങനെ ഉണ്ടാവല്? ഇരുന്നിട്ടല്ലേ? ഇരുന്നിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യല്. അങ്ങനെ അത്തഹയ്യാത്തിനും സ്വലാത്തിനും വേണ്ടി കിട്ടി, അല്ലെങ്കിൽ തശഹുദിനും സ്വലാത്തിനും വേണ്ടി കിട്ടി ഇരിക്കൽ, അത് മറ്റൊരു റുക്കനാകുന്നു. നിസ്കാരത്തിൻ്റെ 12ാമത്തെ റുക്കനാണത്. 3 റുക്കനായി. 10ാമത്തെ റുക്കന് ഒടുവിലത്തെ തശഹുദ് ഓതുക. 11 ഒടുവിലത്തെ തശഹുദിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേൽ സ്വലാത്ത് ചൊല്ലുക. 12 ഒടുവിലത്തെ തശഹുദിനും സ്വലാത്തിനു വേണ്ടി കിട്ടി ഇരിക്കുക. ഇനി 13ാമത്തത് എന്താകുന്നു? ലാസ്റ്റ് നമ്മളെന്താ നിസ്കരിക്കുമ്പോൾ എങ്ങനെ നമ്മൾ നിസ്കാരം നമ്മൾ തീർക്കുക? അവസാനം എന്താ ചെയ്യുക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയില്ലേ? സലാം വീട്ടുക. എത്ര സലാം വീട്ടും നമ്മൾ? 2 സലാം വീട്ടും. ഇതിൽ ഒരു സലാം വീട്ടൽ, 1ാമത്തെ സലാം വീട്ടൽ നിസ്കാരത്തിൻ്റെ റുക്കനാണ്. എങ്ങനെയാണ് സലാം വീട്ടേണ്ടത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നമ്മൾ വീട്ടൽ. നിർബന്ധമായിട്ടും വീട്ടണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അസ്സലാമു അലൈക്കും എന്നാണ്. എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ട് 1ാമത്തെ സലാം വീട്ടുക. ഇതാണ് 13ാമത്തെ റുക്കന്. എന്താ അങ്ങനെ? അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലിക്കൊണ്ട് 1ാമത്തെ സലാം വീട്ടുക. 13 ആയല്ലോ. ഇനി എത്രണ്ണം ബാക്കിയുണ്ട്? ഇനി ഒറ്റൊന്നും കൂടിയുള്ളൂ. അതേതാ ഇനി ബാക്കി വന്നത്? നിസ്കാരം കഴിഞ്ഞില്ലേ? 14 റുക്കനും ഉണ്ട്. 13 ആയപ്പോഴത്തേക്ക് നിസ്കാരം കഴിയുകയും ചെയ്ത്. പണ്ടൊരാൾ വണ്ടി നന്നാക്കിയ മാറിക്ക, സ്ക്രൂവും എല്ലാം കഴിച്ചിട്ടു അവസാനം ഫിറ്റാക്കി നോക്കുമ്പോൾ ഒരു സ്ക്രൂ ബാക്കിയാണ്. എവിടെ കൊടുക്കേണ്ടത് തിരിയണില്ല. നമ്മളിപ്പോൾ എന്താക്കിയനി? 14ാമത്തെ റുക്കിന് നമ്മളെന്താക്കുക? പറയട്ടെ. 14ാമത്തെ റുക്കിന് തെർത്തീബാണ്. തെർത്തീബാണ് നിങ്ങൾക്കറിയാം.
നമ്മൾ ഒന്നാമത്തെ റുക്കിന് മുതൽ ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കി. നിയ്യത്ത് ചെയ്തു, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു, ഖിയാം, ഫാത്തിഹ ഓതി, റുക്കൂഅ്, എഴുത്തിദാല്, സുജൂദ്, അങ്ങനല്ലേ? അതേ ഓർഡറിൽ തന്നെ ചെയ്യുക. മേൽ പറഞ്ഞ റുക്കിനുകളൊക്കെ വഴിക്ക് വഴിയായി കൊണ്ടുവരിക. മനസ്സിലായ? അതാണ് നിസ്കാരത്തിൻ്റെ 14ാമത്തെ റുക്കൻ. അപ്പോൾ റുക്കൻ എവിടെയും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ 14 റുക്കനുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം നമ്മൾ 10 മുതലാണ് പറഞ്ഞത്. എന്താ 10ാമത്തെ റുക്കന്? ഒടുവിലത്തെ തശഹുദ് ഓതുക. 11ാമത്തത് ഒടുവിലത്തെ തശഹുദിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേൽ സ്വലാത്ത് ചൊല്ലുക. 12ാമത്തത് ഒടുവിലത്തെ തശഹുദിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കുക. 13 അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലിക്കൊണ്ട് 1-ാം സലാം വീട്ടുക. 14 മേൽ പറഞ്ഞ പ്രകാരം റുക്കുനുകൾ വഴിക്ക് വഴിയായിട്ട് കൊണ്ടുവരിക, തർത്തീബ് പാലിക്കുക. തശഹുദിൽ സൂക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ: ഷദ്ദുകളെ സൂക്ഷിക്കുക, അക്ഷരങ്ങൾ മാറിപ്പോകാതിരിക്കുക, മുവാലാത്തുണ്ടായിരിക്കുക, തുടരെയായിരിക്കുക. ഇപ്പം നമ്മൾ നമസ്കാരത്തിൻ്റെ 14 റുക്കുനുകളെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് 1 മുതൽ 14 ഈ ഇരുന്ന ഇരിപ്പിൽ എണ്ണാൻ കഴിയുമോ? എത്ര പേർക്ക് കഴിയും? കഴിയേണ്ടതാണ്. കാരണം നമ്മൾ നിസ്കരിക്കുന്ന ആൾക്കാരെ നമ്മൾ ഈ പഠിച്ചിട്ടുള്ള 14 സംഗതികൾ നമ്മൾ എന്നും ചെയ്യണതാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു നിസ്കാരം മനസ്സിൽ വിചാരിക്കുക, ഏത് നിസ്കാരമായാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് തുടങ്ങി വെക്കുക. ആദ്യം എന്ത് ചെയ്യും? നിയ്യത്ത് ചെയ്യും. എന്നാൽ 1ാമത്തെ റുക്കൻ ഏതാണ്? അപ്പം നിയ്യത്ത്. നിയ്യത്ത് എങ്ങനെ വേണം? തക്ബീറത്തുൽ ഇഹ്റാമിനോട് അന്വയിച്ചുകൊണ്ട് നിയ്യത്ത് വേണം. അപ്പോൾ നമ്മൾ 1ാമത്തെ റുക്കിന് തക്ബീറത്തുൽ ഇഹ്റാമിനോട് ചേർന്നുകൊണ്ട് നിയ്യത്ത് ചെയ്തു. പിന്നെയോ തക്ബീറത്തുൽ ഇഹ്റാം. പിന്നെയോ കഴിവുള്ള ആള് നിൽക്കണം, ഫർദ് നിസ്കാരത്തിൽ നിൽക്കണം. പിന്നെ നമ്മൾ തക്ബീറൊക്കെ ചൊല്ലി പിന്നെ നമ്മൾ വേണ്ടിയത് നിർബന്ധമായിട്ട് അടുത്ത റുക്കിന് ഫാത്തിഹ സൂറത്ത് ഓതി. ഫാത്തിഹയിൽ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ പറയണില്ല. അടുത്ത എന്താണ്? റുക്കൂഴിലേക്ക് പോകണം. പിന്നെയോ എഴുത്തിദാല്. ഇനിയോ 2 സുജൂദ്. പിന്നെ സുജൂദിൻ്റെ ഇടയിൽ ഇരിക്കൽ. അടുത്ത എന്താണ്? തുമഅനീനത്ത്, അല്ലേ? അനക്കം മടങ്ങൽ, തുമഅനീനത്ത്. 9 ഇനി ഇന്ന് പഠിച്ച ബാക്കി 10ാമത്തെ എന്താണ്? ഒടുവിലത്തെ അത്തഹയ്യാത്ത്. ഒടുവിലത്തെ അത്തഹയ്യാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ സ്വലാത്ത് ചൊല്ലുക. ഒടുവിലത്തെ അത്തഹയ്യാത്തിനും സ്വലാത്തിനു വേണ്ടി ഇരിക്കുക. പിന്നെന്താണ്? അസ്സലാമു അലൈക്കും എന്ന് ചൊല്ലിക്കൊണ്ട് 1-ാം സലാം വീട്ടുക. റുക്കുനുകൾ മേൽ പറഞ്ഞ പ്രകാരം വഴിക്ക് വഴിയായിട്ട് കൊണ്ടുവരിക. പരിപാടി കഴിഞ്ഞു. ഇതാണ് നിസ്കാരത്തിൽ നിർബന്ധമായിട്ട് പാലിക്കേണ്ട നിർബന്ധ ഘടകങ്ങളാകുന്ന റുക്കുനുകൾ. മനസ്സിലായല്ലോ? ഇനി കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കിതാബ് എടുത്ത് വായിച്ചാൽ ബാക്കിയും കൂടി ക്ലിയർ ആകും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇർഷാദ് എടുത്തോളൂ. വൽ ആശിറു 10ാമത്തെ റുക്കിന് അത്തശഹുദുൽ അഖീറു അവസാനത്തെ തശഹുദാകുന്നു. തശഹുദ് എന്ന് പറഞ്ഞാൽ അത്തഹയ്യാത്ത്. വയജിബു ഫീഹി തശഹുദിൽ നിർബന്ധമാണ് അൻ യുറാഇയ തശ്ദീദാത്തി ഷദ്ദുകളെ സൂക്ഷിക്കൽ. വഅദമു ഇബ്ദാലി ഹർഫിൻ ബി ആഖറ ഒരക്ഷരത്തിന് പകരം മറ്റൊരു അക്ഷരം പകരമാകാതിരിക്കൽ എന്ന് പറഞ്ഞാൽ അക്ഷരം മാറിപ്പോവാതിരിക്കൽ. വൽ മുവാലാത്തു തുടരെയായിട്ട് കൊണ്ടുവരലും. വൽ ഹാദി അശറ 11ാമത്തെ റുക്കിന് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ തശഹുദിൽ അഖീരി ഒടുവിലത്തെ തശഹുദിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മേൽ സ്വലാത്ത് ചൊല്ലലാകുന്നു. വസ്സാനി അശറ 12ാമത്തെ റുക്കിന് അൽ ജുലൂസുലി തശഹുദിൽ അഖീരി വസ്സലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒടുവിലത്തെ തശഹുദിനും നബി തങ്ങൾക്കുമേൽ സ്വലാത്തു ചൊല്ലാനും ഇരിക്കലാകുന്നു. വസ്സാലിസ അശറ 13ാമത്തെ റുക്കിന് അത്തസ്ലീമത്തുൽ ഊല 1-ാം സലാം വീട്ടലാകുന്നു. എന്താണ്? 1-ാം സലാം വീട്ട്. അബി അൻ യഖൂല അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണത്. വറാബിയ അശറ 14ാമത്തേത് തർത്തീബുൽ അർക്കാനി റുക്കുനുകൾ ക്രമപ്രകാരം ചെയ്യലാകുന്നു. അലാ ഹാദൽ വജിഹിൽ മദ്കൂരി നമ്മൾ മേൽ പറഞ്ഞ പ്രകാരം. ഓക്കെ, ചോദ്യങ്ങളൊക്കെ ഒന്ന് വായിക്കാലോ. കം റുക്കുനൻ ലി സ്വലാത്തി വമാഹിയ നിസ്കാരത്തിന് എത്ര റുക്കുനുകളുണ്ട്, ഏതൊക്കെയാണ്? അറിയാലോ, നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കൈഫ യുസല്ലി മൻ അജസ അനിൽ ഖിയാമി നിൽക്കാൻ കഴിയാത്തവൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? 3 മാദാ യജിബു അലാമൻ യുസല്ലി മുൽത്തജിഅൻ ഫി ഇൽതിജാഇഹി ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്ന ആൾ അയാൾ ചെരിഞ്ഞു കിടക്കുമ്പോൾ സൂക്ഷിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്കറിയാലോ, മുൻഭാഗം ഖിബലയിലേക്ക് വരും വിധം. പിന്നെ മാദാ യജിബു അലാമൻ യുസല്ലി മുസ്തൽഖിയൻ മലർന്നു കിടന്ന് നിസ്കരിക്കുന്ന ആൾക്ക് നിർബന്ധമാണ് എന്താണ്?
മുഖം ഖിബിലയിലേക്കാകാൻ വേണ്ടിയിട്ട് തലയുടെ ചുവട്ടിൽ എന്തെങ്കിലും വെക്കണം. പിന്നെന്താ, മാതാ യജിബു ഫീ ഖിറാഅത്തിൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഓതുമ്പം നിർബന്ധമായ കാര്യങ്ങൾ നമ്മൾ 3 പറഞ്ഞിട്ടില്ലേ. പിന്നെ ഒമൻ അജ്സാനൽ ഫാത്തിഹത്തി ഫമാദാ യഫ്അലു, ഫാത്തിഹക്ക് കഴിയാത്തവൻ എന്തു ചെയ്യണം. മാഹിയ കൈഫിയത്തു റുക്കൂഇ, റുക്കൂഇന്റെ രൂപം എങ്ങനെയാകുന്നു. അൽ അഅ്ളാഉല്ലത്തി യുഷ്തർതു വളുഅഹാ ഫി സുജൂദി മാഹിയ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. സുജൂദിൽ നിലത്ത് വെക്കൽ നിർബന്ധമായ ഷർത്താക്കപ്പെട്ട അവയവങ്ങൾ ഏതൊക്കെയാകുന്നു? തുറക്കപ്പെട്ട നെറ്റി, കാൽമുട്ടുകൾ, മുൻകൈയിൻ്റെ പള്ളയിൽ നിന്ന് അല്പം, കാൽപാദങ്ങളുടെ അഗ്രങ്ങളുടെ പള്ളയിൽ നിന്ന് അല്പം, എന്ന് വെച്ചാൽ കാലിൻ്റെ വിരലിൻ്റെ പള്ള. പിന്നെ മാതാ യജിബു അൻ യുറായ ഫി തശഹുദി, തശഹുദിൽ സൂക്ഷിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിസ്കാരത്തിൻ്റെ 14 ഫർദും നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രൂപത്തിൽ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി ഇത് പാലിച്ചുകൊണ്ടേ നമ്മൾ നിസ്കരിക്കാവൂ. ഇതൊക്കെ അറിഞ്ഞിട്ട് ഇനിയും നമ്മൾ നോക്കാതെ, ഇത് മൈൻഡാക്കാതെ നമ്മൾക്ക് ഒപ്പിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹുവിങ്കൽ നമുക്ക് ശിക്ഷയുണ്ടാകും. നമ്മുടെ നിസ്കാരം ശരിയാവാതിരുന്നാൽ നമുക്ക് പ്രശ്നം വരും. നമ്മൾ പഠിച്ചു കഴിഞ്ഞില്ലേ, പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതനുസരിച്ച് തന്നെ ചെയ്യണം കാര്യങ്ങൾ. നിസ്കാരത്തിൽ എന്തൊക്കെ പാലിക്കണം, ഫാത്തിഹ എങ്ങനെ ഓതണം, അത്തഹയ്യാത്ത് ഓതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചാൽ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രമേ ഇനി മുതൽ നിസ്കരിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ. അല്ലാഹു തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ, തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.